നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ് +2 കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. രണ്ട് പരീക്ഷയും ഒരു നല്ല ശതമാനം കുട്ടികൾക്കും സന്തോഷമായിരുന്നു എന്നാണ്. നമ്മുടെ വീഡിയോസ് കണ്ട കുട്ടികൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പം നമ്മൾ ചുമ്മാതെ പറയുമല്ല, നമ്മുടെ എണ്ണം പറഞ്ഞ 55 ക്വസ്റ്റ്യൻസും എല്ലാം കൃത്യമായിട്ട് ഇടപെടേണ്ട. അതിൽ നിന്ന് നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 100% ക്വസ്റ്റ്യൻസ് ചോദിച്ചതൊന്നും ഇപ്പോഴും പറയുന്നില്ല. എന്നാലും ഒരു 90% ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2025 പബ്ലിക് എക്സാമിന് ഫിസിക്സ് പ്രയാസമായിരുന്നു, കെമിസ്ട്രി അതിനെക്കാട്ടിൽ പ്രയാസമായിരുന്നു, മാത്സ് അവർക്ക് ആശ്വാസമായിരുന്നു, മാത്സ് എളുപ്പമായിരുന്നു. ഇനി വരാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് ഫിസിക്സ് ഓക്കെയാണ്, കെമിസ്ട്രി ഓക്കെയാണ്, ഇനി മാത്സ് ആണ്. അന്നേരം നിങ്ങൾ എല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞിട്ടാ ഇനി അങ്ങോട്ട് എളുപ്പമാണ്, ഇനി ഞങ്ങൾക്ക് ഇതിനിടയിൽ ഒരു വിഷയമുണ്ട്, അത് കഴിഞ്ഞ് 4-5 ദിവസം പഠിക്കാനുണ്ട്, മാത്സ് എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തായാലും എല്ലാ പരീക്ഷകളും ഹയർ സെക്കൻഡറിയുടെ എളുപ്പമായിട്ടില്ല ഇതുവരെ. ഈ വർഷം എളുപ്പമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരു കരുതൽ എപ്പോഴും നിങ്ങൾ മാത്സിന് വേണം, അത് ഉറപ്പായിട്ടും വേണം. ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒക്കെ പഠിക്കാനുള്ള മാത്സ് ആണ്. നല്ല കാര്യമായിട്ട് പഠിക്കുക. നമ്മുടെ മെയിൻ ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട വീഡിയോസ്, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇൻ്റഗ്രേഷൻ മാത്രമുള്ള വീഡിയോസും 10 മാർക്ക് കിട്ടേണ്ട വീഡിയോസും, അങ്ങനെ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മുടെ റെഡിയാണ്. വീഡിയോസും വരും. നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കുക. മാത്സ് ഉഴപ്പരുത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി ഉള്ളവർക്ക് ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ വിഷയങ്ങളും കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള കുട്ടികളാണ്. കാരണം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മളെ ചതിക്കാറുണ്ട്. ഈ വട്ടം ഒന്നും ചതിക്കരുതെന്ന് പ്രാർത്ഥിക്കാം. എന്നാലും മാത്സിനൊരു കരുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.